അയ്യോ കെട്ട് പൊട്ടിച്ചൊരഞ്ഞുണ്ടടാ. നന്നാക്കിയിട്ടുണ്ട്. ചൂടായി വന്നുകൊണ്ടിരിക്കുകയാണ്. തിളച്ച് എണ്ണ വരുമ്പോ തിളച്ചെണ്ണ വന്നിട്ട് നമ്മൾ അടുത്തതായിട്ട് അതിലേക്ക് അതുകൊണ്ട് നമ്മൾ കറുകപ്പട്ടയും എന്നിട്ട് നമുക്ക് പെരിഞ്ചീരകം കൂടി ഇടുകയാണ്. അത് കഴിഞ്ഞിട്ട് കറിവേപ്പിലിടും. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി ഇടും. എന്നിട്ടൊന്ന് ഇളക്കും. വാട്ടാനുള്ള പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് മുളക് ഇടും. എന്നിട്ട് അത് അടുത്തായിട്ട് ഉള്ളികൾ സവോള ഇടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇളക്കും. അതിനായിട്ട് നമ്മൾ ഇളക്കും. അതിന് നമ്മൾ ഇളക്കും. ഓക്കെ. എന്നിട്ട് നമ്മൾ കല്ലുപ്പിടും. 2 ടീസ്പൂൺ കല്ലുപ്പ് ഉപ്പിനനുസരിച്ച് നമ്മളിടും. കഴിഞ്ഞിട്ട് അത് ഇളക്കും. അതിങ്ങനെ ഇളക്കി വാടി തുടങ്ങുന്ന വരെ നമ്മളിങ്ങനെ ഇളക്കണം. അതായത് നമ്മൾ അടുത്തതായിട്ട് തക്കാളി ഇടുകയാണ്. തക്കാളി ഇനി വാടുന്ന വരെ നമ്മൾ അത് ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മസാലകൾ ഇടുകയാണ്. ഇനി മസാലക്കൂട്ടുകളായ മഞ്ഞൾപ്പൊടി, അത് കഴിഞ്ഞിട്ട് അടുത്ത നമ്മളെ മല്ലിപ്പൊടി ഇടാൻ പോവുകയാണ്. നിങ്ങളുടെ കണക്കനുസരിച്ച്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുളക് പൊടി ഇടുകയാണ്. 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് അപ്പോൾ ഇളക്കും. ഇളകി ഞണ്ടിൻ്റെ ഗ്രേവി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തീ കുറച്ചിടാം. എന്നിട്ട് നമ്മൾ ഞണ്ട് അതിലേക്ക് ഇടുകയാണ്. ഞണ്ട് നന്നാക്കി ഞണ്ട് ഫുള്ള് അതിലേക്ക് ഇട്ടു. നല്ല മണം. അതേ ഞണ്ട് അങ്ങനെ നന്നാക്കി ഞണ്ട് അതിലേക്ക് ഇട്ട് എന്നിട്ട് നമ്മളവിടെ മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മസാലയും ഞണ്ടും കൂടിയും പിടിപ്പിക്കുകയാണ്. അങ്ങനെ യോജിപ്പിച്ച് പിടിപ്പിക്കുകയാണ്. ഞണ്ടിൻ്റെ മണമൊക്കെ നല്ല രസമുണ്ട്. ഇതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിക്കും ഇതിൽ. എന്നിട്ടൊന്ന് ഇളക്കും. കുറച്ച് കുരുമുളക് ചതച്ചിട്ട് അത് ഇടുകയാണ്. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. കുരുമുളകിൻ്റെ കൂടി മണം നല്ല ഇളക്കി നല്ല പിടിപ്പിച്ച് വെക്കുന്നത് തന്നെ നോക്കൂ. അതുകൊണ്ട് നമ്മൾ ഇളകിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം. അതുമേക്ക് ഫുള്ളായിട്ട് പാത്രം വെള്ളം ഒഴിക്കണം. നമ്മിങ്ങനെ മിക്സാക്കി കൊടുക്കുകയാണ്. അതിങ്ങനെ മിക്സാക്കി അതിന് നമ്മൾ വീണ്ടും ഒന്ന് അടച്ച് വെക്കണം. ഒന്ന് ചെറുതായിട്ട് തീ ഉടച്ചിട്ട് പോവുകയാണ്. തുറന്നു പാകമൊക്കെ വന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമ്മളിത് ഇളക്കുകയാണ് ഗായ്സ്. ഇത് ഭയങ്കര ഇതിലിളക്കണ്. വേണ്ട ഒരു കഷ്ണം എടുത്ത് കാണിച്ചെടുത്തമ്മ ചുമന്ന് നിൽക്കണത്. ഈ കഷ്ണം നിങ്ങൾ കാണിച്ചത്. ഈ കഷ്ണം കണ്ടത് കണ്ട ചുമന്ന് നിൽക്കുന്നുണ്ട ഒരു കഷ്ണം. അതിൻ്റെ അകത്താണ്ട് അത് തന്നെ ലെൻസിന് പോകുമെന്ന് പറഞ്ഞു. ഇതാണ് എന്നിട്ട് നമ്മളെ ഒരു കഷ്ണം എടുക്കാം.
വറ്റി വരണത് വറ്റിയാണ് അതാ വലിയ കാലത്ത് വലിയ കാലം എടുത്ത് കണ്ടാ നല്ല ടേസ്റ്റ് വറ്റി ഡ്രൈ ആയിട്ട് വരുന്നത് അങ്ങനെയൊക്കെയാണ്. അത് ആവട്ടെ വിട് നല്ല ഡ്രൈ ആയിട്ട് വരും. ഇത് വരട്ടിയെടുക്കണല്ലേ കിടക്കാൻ പോവാണെങ്കിൽ തിളച്ച് വന്നു. അതിൻ്റെ കറിവേപ്പില ഇടണേ. നമ്മൾ ഇളക്കിയാണ് നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ്. എന്നിട്ട് നല്ല രീതിയിൽ ഫ്രഷായ സാധനങ്ങളാണ്. നമുക്കത് ടേസ്റ്റും കൂടി ഒന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ഏതായാലും ഇപ്പോൾ തൽക്കാലത്തിന് മൂടി വയ്ക്കുകയാണ്.